എൻ്റെ മകനെ കുറിച്ച് പറയാമെങ്കിൽ മോൻ 2006 ഒക്ടോബർ 24 ജനിച്ചതാണ്. പിറ്റേ ദിവസമാണ് ഡോക്ടർ പറയുന്നത് ഡൗൺ സിൻഡ്രോമാണെന്ന്. പക്ഷെ എന്നോട് പറഞ്ഞിട്ടില്ല, ബന്ധുക്കളെല്ലാം അറിഞ്ഞു. എൻ്റെ തറവാട്ടിൽ ആദ്യമായിട്ട് ഒരു ആൺകുട്ടി ജനിച്ചതാണ്. എല്ലാവരും ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ആഘോഷമായിരുന്നു. പിറ്റേന്ന് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു, ഞാനറിയില്ല. പിന്നെ 5 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പം ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു സംഭവമെല്ലാം. പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3 വയസ്സാകുമ്പം 16 വയസ്സിൻ്റെ വളർച്ചയേ ഉണ്ടാവുള്ളൂ. കുട്ടി എല്ലാം ഡിലേ ആയിരിക്കും. ഡൗൺ സിൻഡ്രോമിലെ കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും. പക്ഷെ ജനിക്കുമ്പോൾ 300 ഉണ്ടായിരുന്നു, നല്ല ആരോഗ്യം. നമുക്കെല്ലാവർക്കും നല്ല ഇതായി. പക്ഷേ 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അത് മനസ്സിലിട്ട് വിഷമം, ഇത് ചെയ്യണം. അവനൊരു ചേച്ചിയുണ്ട്, ചേച്ചി പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഡോക്ടർ ഇങ്ങനെ എന്നോട് 5 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ എന്നാടോ പേടിക്കണ്ടേ, ഞാനൊരു ആൺകുട്ടിയല്ല അവൻ, ഞാൻ നോക്കിക്കോളും, ഞാൻ പിന്നെ ഗൾഫിലേനു, ഞാൻ ഗൾഫിൽ പോകുന്നില്ല, ഫുൾ സപ്പോർട്ട് നമുക്ക് രണ്ടാക്കും, ഇവനെ എങ്ങനെ പുരോഗതിയാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെ വളർത്തി. ഞാൻ ജോലിക്ക് പോകലുണ്ട്, പഞ്ചായത്ത് സ്റ്റാഫാന്ന് പറഞ്ഞാൽ പിന്നെ നേഴ്സറിയിലും സ്കൂളിലാണ്. പിന്നെ ഇവനൊരു 1.5 വയസ്സാകുമ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞൊരു നല്ല സർവീസിലൊരു നേഴ്സ് പറഞ്ഞു, പിന്നെ നിങ്ങളിനി നേഴ്സറിയിൽ പോവുക, ഈ ഓപ്പറേഷൻ്റെ ക്ഷീണമെല്ലാം തീർന്നാൽ പിന്നെ നേഴ്സറി പോവുക, ഈ കുട്ടികളുമായിട്ടാകുമ്പോൾ നല്ല മാറ്റം വരും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കുട്ടീനെ 1.5 വയസ്സാകുമ്പോൾ നേഴ്സറി കൂട്ടിപ്പോയി. ആ ചേഞ്ചാന്ന് തോന്നുന്നു. കുട്ടിക്ക് ഭയങ്കര ആക്റ്റീവാണ്, എവിടെ പോയാലും വെറുതെ അടങ്ങി നിൽക്കില്ല. അതുകൊണ്ട് സമൂഹത്തിൽ പോയാലും കല്യാണം ഫങ്ഷൻ എല്ലാം പോവും, നമ്മളെല്ലാടിക്കും പോവും. ആദ്യമൊക്കെ ബസ്സിന് പോകുമ്പോൾ ഈ കണ്ടക്ടർ ബെല്ലടിക്കുന്ന നോക്കി ഇവനും അടിക്കാൻ നോക്കും. സ്റ്റേറ്റ് ബസ്സിൽ ചരടല്ലേ ഉണ്ടാവുക, അതിങ്ങനെ വലിച്ച്. പിന്നെ നമുക്ക് കൂടാണ്ട് ബസ്സിന് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഡ്രൈവിങ് പഠിച്ചു, നമ്മൾ രണ്ടാളും ഡ്രൈവിങ് പഠിച്ചു. നമ്മൾ എവിടെ പോകുന്നുണ്ട് നമ്മളെ മകനെ കൂട്ടണം എന്നുള്ളൊരാഗ്രഹം. പക്ഷേ നമ്മൾ ഈ സമൂഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ സാധാരണ കുട്ടികൾ 6 മാസത്തുമ്പോൾ ഇരിക്കും, 1 വയസ്സെത്തുമ്പോൾ നടക്കും, 2 വയസ്സാകുമ്പോൾ പ്ലേ സ്കൂളിലായിരിക്കും. പിന്നെ അവർക്കൊന്നും അറിയില്ല. എൻ്റെ ചേച്ചിനെ ഞാൻ അങ്ങനെ ചെയ്തു, അവൾ നല്ലോണം പഠിക്കും. അവളിപ്പം 19 വയസ്സായി, പ്രശ്നമേ ഇല്ല, അങ്ങനെ പോകുന്നു. അതുകൊണ്ട് സമൂഹത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അറിയില്ല, അനുഭവമില്ല അവർക്ക്. നമ്മൾ ഓരോ മക്കളും ഓരോ വ്യത്യാസമാണ് അല്ലേ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞാൻ എവിടെയും കൂട്ടിപ്പോവും. പിന്നെ ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡ് ഉണ്ടായിന്, അവൻ്റെ അച്ഛൻ. പക്ഷെ കഴിഞ്ഞ വർഷം 16 വയസ്സായിട്ട് അച്ഛൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഉറങ്ങാൻ കിടന്ന് 1/2 മണിക്കൂർ കഴിയുമ്പം ഹസ്ബൻഡ് എങ്ങനെയോ ചെരിഞ്ഞ് കിടക്കുന്നത്. ആ കിടത്തം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, വിളിക്കുമ്പോൾ ആൾ പോയി. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യണം, ഞാൻ ഹസ്ബൻഡല്ലേ എല്ലാം നോക്കുന്നു, ഫുൾ സപ്പോർട്ട് ചെയ്ത ഹസ്ബൻഡ്, എന്ത് ചെയ്യണം ഞാൻ ഇങ്ങനെ. പിന്നെ ബന്ധുക്കൾ എന്നോട് ഒരു കുത്തുവാക്ക് പറയാനും തുടങ്ങി. ഇങ്ങനെ വെച്ചാൽ മോൻ്റെ എന്ത് കാര്യവും വികൃതി എന്ത് കാണിച്ചാലും ഞാനും മോളും ശ്രദ്ധിക്കണം. മോള് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അപ്പോൾ എന്നിട്ട് പിന്നെ എന്ത് കാര്യം പിന്നെ കുസൃതി കാണിച്ചാലും നമ്മളെ വിളിക്കാൻ പാടില്ല, നിങ്ങൾ തന്നെ ഇത് സോൾവ് ചെയ്യണം. പിന്നെ ഞാൻ ഇങ്ങനെ മോൻ്റെ കുറിച്ച് ഇങ്ങനെ വേവലാതി പറയുന്നത്, എന്താ ഇപ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലായത് മോനിങ്ങനെയാണെന്ന്? പിന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല, നിങ്ങൾ എവിടെയെല്ലാം കൂട്ടിപ്പോലുണ്ട്, അങ്ങനെയെല്ലാം ആയതുകൊണ്ടാണ് മോൻ ഇത്ര വികൃതി എന്നെല്ലാം പറഞ്ഞു. ഞാൻ 41 ദിവസം കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ എന്ത് ചെയ്യേണ്ടു പറഞ്ഞാൽ നമ്മൾ ദൈവത്തിനെ വിളിക്കൂലേ, അതുപോലെ ഞാൻ മുതുകാട് സാറെ വിളിച്ചു. പെട്ടെന്ന് എടുത്തു സാറ്. ഞാൻ സാറോട് അനുഭവം ആദ്യമായിട്ട് ഞാൻ ഹസ്ബൻഡ് പോയിട്ട് ഫോൺ എടുത്തത് മുതുകാട് സാറ് വിളിക്കാനാണ്. എന്നിട്ട് ഞാൻ മുതുകാട് സാറെ വിളിച്ച് പറഞ്ഞു, സാറ് അയ്യോ ഇപ്പോൾ അഡ്മിഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വീണ്ടും മാർച്ചിൽ വിളിച്ചു സാറെ. വിളിക്കുമ്പം പറഞ്ഞു ആ വെബ്സൈറ്റിൽ കയറി പിന്നെ ഇത് അപേക്ഷാ ഫോറുണ്ട് അതയക്കെന്ന് പറഞ്ഞു. സാറിനെ ഞാൻ വിളിച്ചു, വേറെ ഒരാൾ ഞാൻ വിളിച്ചിട്ടില്ല. വിളിച്ച് സാറ് പറഞ്ഞ പോലെ അപേക്ഷ അയച്ചു. മോനാണെങ്കിൽ നല്ല ആക്റ്റീവും പിന്നെ അക്ഷരങ്ങളെല്ലാം സ്പെഷ്യൽ സ്കൂളിൽ, സാധാരണ നോർമൽ സ്കൂളിൽ 1ാം ക്ലാസ് ചേർത്ത് 7ാം ക്ലാസ് വരെ നോർമൽ സ്കൂളിൽ, അതുവരെ ഒന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. 7ാം ക്ലാസ് മുതൽ തണൽ സ്പെഷ്യൽ സ്കൂൾ ചേർത്ത് അവിടുന്ന് പിന്നെ അവർ മണലിൽ അക്ഷരങ്ങളും പേരും എല്ലാം എഴുതാൻ പഠിപ്പിച്ചു. അങ്ങനെ ചെയ്തു തരാമെന്ന് പിന്നെ ഇവിടെ കഴിഞ്ഞ മെയ് 6-ന് അഡ്മിഷൻ കിട്ടി വന്നു. ഇവിടെ വന്ന് ഇപ്പോൾ ഒരു 6 മാസത്തുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇവനെയും കൂട്ടി എനിക്ക് എവിടെയും ഒറ്റക്ക് കൂട്ടി പോകാൻ പറ്റില്ല. നമ്മൾ കല്യാണത്തിനെന്ന് പറഞ്ഞാൽ 4 മേശ കൂട്ടി ഞാനും അച്ഛനും മക്കളും ഇരിക്കുക. വീട് കല്യാണം എന്ന് പറഞ്ഞാൽ ചെക്കനും പെണ്ണിനും കാണാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കും, ക്ഷണിച്ചതിന് നമ്മൾ പോയത്.
ഹൗസ് വാമിങ്ങിന് പോയാൽ വീട് കാണില്ല എന്താ വെച്ചാൽ ഈ മോനും കൂട്ടി ഒരാളെ ഉപദ്രവിക്കാറ് നമ്മൾ ആ മൈൻഡ് നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യും. നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ 4 ആൾക്ക് ഒന്നിച്ചിരിക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെയാണ് നമ്മൾ ചെയ്യൽ. അങ്ങനെയെല്ലാം ചെയ്ത മകൻ കഴിഞ്ഞ ഇപ്പോൾ 6 മാസം കൊണ്ട് ഇവനെ കൂട്ടി ഞാൻ ട്രെയിനിൽ വരുമ്പം ബന്ധുക്കളെല്ലാം വീഡിയോ അയച്ചു തരാനാണ് പറഞ്ഞത്. ഇവൻ എന്നാ പണിയെടുക്കുന്നത്, ഇവന് ഇരിക്കൂലല്ലോ, ഇവൻ എപ്പോഴും ആക്റ്റീവ് ഓട്ടം ചാട്ടമാണ്. ഞാൻ വീഡിയോ അയച്ചു കൊടുക്കലാന്ന്. ആദ്യമെല്ലാം ട്രെയിനിൽ മെയ് ഫസ്റ്റിൽ വരുമ്പം ഭയങ്കര പ്രശ്നം ഉണ്ടായി. ട്രെയിനിൽ നിന്ന് കുട്ടി ഇങ്ങനെ അനങ്ങിക്കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇതുണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്ത് പിന്നെ ഇപ്പം ഞാൻ നാട്ടിൽ പോയി വരുമ്പം കുട്ടി പിന്നെ കണ്ണൂരാണ് നമ്മൾ. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പിന്നെ അച്ഛൻ്റെ പഴയ ആൽബം ഉണ്ടായിരുന്നു, അത് നോക്കിയിട്ട് അതെന്നെ നോക്കിക്കൊണ്ട് തിരുവനന്തപുരം വരെ നിന്നു. അത് വീഡിയോ ഞാൻ വീട്ടുകാർക്ക് അവർ ചോദിച്ചു എന്നാ ചെയ്യുന്നു ഇവൻ, ഇങ്ങനെ അയച്ചു കൊടുത്തു. നാട്ടിൽ പോയാലോ നാട്ടുകാരെല്ലാം ശ്രദ്ധിക്കുന്നു ഇവൻ എന്തെന്നാ ഇങ്ങനെ അടുത്ത് കടിയുണ്ട്. ഇവൻ ഞാൻ വീട്ടിൽ പോയി പിന്നെ 6 മാസമായില്ലേ വീട് പൂട്ടിയിട്ട്. ആ വീട് തുറക്കുമ്പോഴത്തേക്ക് എല്ലാം ഇതായിട്ട് തീപ്പെട്ടി വാങ്ങാൻ ഞാൻ മോനെ അയച്ചു കടയിൽ. തീപ്പെട്ടി അന്ന് എല്ലാവരും നോക്കുന്ന ഇവൻ വന്നിട്ടുണ്ട് എങ്ങനെ മാറ്റമുണ്ടോ നോക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇവൻ നേരെ പോയി എന്നെ ഇത് വേണമെന്ന് പറഞ്ഞ് വാങ്ങി വന്നു. അന്നേരം തന്നെ നാട്ടുകാർ പറഞ്ഞു എന്തൊരു മാറ്റാ വന്നേ, സ്ഥിരം നാട്ടിൽ തേച്ചും ഇങ്ങനെ പറയുന്നൊരു നമ്മൾ പേര് പറയില്ല ആകാശവാണി എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയും പോയി പറയുന്ന അയാൾ ഭയങ്കര ശ്രദ്ധിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു ഇങ്ങനെ മാറ്റം വരുമോ, അത് അവിടെ നിന്നാന്ന് മേജിക്ക് തന്നെയാന്ന് ചോദിച്ചു. അങ്ങനെയാക്കി ഇപ്പോൾ എവിടെയും കൂട്ടിപ്പോവാം, എവിടെ ഞാൻ ഇപ്പോൾ അച്ഛനിലെ ഞാൻ കൂട്ടിപ്പോവാം, അങ്ങനെയാക്കി ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സമാധാനമാണ്, ഇവിടെ എത്തിയല്ലോ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഞാൻ കുറേ പറഞ്ഞു, ഇനി നിങ്ങളെ കഥ പറയും, നിങ്ങളെ മോൻ്റെ കഥ ഇങ്ങനെയാണ്. എൻ്റെ മകളെ കുട്ടിയാണ് ആദ്യം. പിന്നെ സുഖപ്രസവമായിരുന്നു, പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ സാധാരണ കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതാത് സമയത്തും ചെയ്തിരുന്നു. കമഴ്ന്ന് കിടക്കുക, മുട്ടിട്ടഴിയുക, ഇരിക്കുക, നടക്കുക, അങ്ങനത്തെ എല്ലാം ചെയ്തു. പക്ഷേ ഹൈപ്പർ കൂടുതലായതുകൊണ്ടേക്കും ഇങ്ങനെ ഒത്തിരി അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ നടക്കുക ചെയ്യുക. അപ്പോൾ മോള് ഗൾഫിലായിരുന്നു. 6 മാസം ആയപ്പം ചോറ് കൊടുത്ത് അവന് ഗൾഫിലേക്ക് പോയി. അവിടെ പോയി 9ാമത്തെ മാസമാണ് അവർക്ക് ഇവനെന്തോ ഒരു ഇതുണ്ട് എന്നുള്ളത് തോന്നുന്നത്. ഇവിടുന്നൊന്നും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല, കണ്ണിലേക്ക് ഇങ്ങനെ നോക്കൂല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കോങ്കണ്ണുള്ളവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, അത് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഗൾഫിൽ നിന്ന് കാണിച്ചപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് അത് നാട്ടിൽ പോയാൽ അങ്ങ് ശരിയാവും, സംസാരിക്കാത്ത ഇതും ഒക്കെ നാട്ടിൽ പോയാൽ അത് ശരിയാവും. ആ ഇതിൽ അവരിങ്ങനെ മോന് 3 വയസ്സായിരുന്നു നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന് ഇവിടെ ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ റൂമിൽ നിന്ന് വിവരങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഇവര് കൂടെ പോയവരോട് പുറത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവനൊരു മൈൻഡും ഇല്ല, ഇവനൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല, കൂടെയുള്ള ആള് പോയി എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞ് കുട്ടിക്ക് ഇങ്ങനെ ഓട്ടിസത്തിൻ്റെ ഇതുണ്ട്. അങ്ങനെ മകളാണെങ്കിൽ 2ാമത്തെ പ്രസവത്തിന് വന്നതുമാണ്, എല്ലാം കൂടിയാണ്. ഇപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആയുർവേദമാണ് ഇവന് മരുന്നൊക്കെ കൊടുത്തത്, അലോപ്പതി കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ സ്പീച്ച് തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയി. പിന്നെ എൽത്തൂരാണ് ഞങ്ങളെ വീട്. അവിടുന്ന് പിന്നെ കോഴിക്കോടേക്ക് വരണം. അങ്ങനെ കോഴിക്കോട് വരുന്ന അപ്പം മഴയായാലൊക്കെ ബുദ്ധിമുട്ട്, വണ്ടിമേൽ വരാൻ, സ്കൂട്ടർമേൽ വരാനൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ വാടകയ്ക്ക് ഒരു വീടെടുത്ത് അവിടെ നിന്ന് പിന്നെ അംഗനവാടിയിലൊക്കെ പറഞ്ഞയക്കും. എഴുതാനുള്ളതൊക്കെ പഠിപ്പിക്കാനുള്ളൊക്കെ ബുക്കൊക്കെ വാങ്ങി ABCD എല്ലാം മലയാളാക്ഷരങ്ങളും ഒക്കെ അവനെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കും. ഒക്കെ അവന് എഴുതുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും, ഒക്കെ പറയാനും അറിയാം. അങ്ങനെ നിൽക്കുമ്പം പിന്നെ അടുത്ത് തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നു, 4th വരെയുള്ള. അവിടെ ചേർത്താന്ന് വിചാരിച്ചു 5 വയസ്സായപ്പോൾ. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇങ്ങനെയുള്ള ഒരു കുട്ടിയെന്ന് കണ്ടപ്പോൾ അവർക്ക് എന്തോ HM ആദ്യം സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു, ഞങ്ങളെ അറിയിക്കുക എന്നായിരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞേരം അവിടുത്തെ ആയ വന്ന് പറഞ്ഞു നിങ്ങൾ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവനെ കൂട്ടിപ്പോയവരും ഒരു LKG ചേർത്താന്ന്. LKG ചേർത്താൻ ഞാൻ പറഞ്ഞു ടീച്ചറെ എല്ലാം ഇവനെ അറിയാം, എന്ത് ചോദിച്ചാലും ഇവൻ പറയൂ, എഴുതുകയും ചെയ്യും, നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെയാ, അച്ചടിച്ച പോലെ ഉണ്ടാവും. ഈ 1 2 3 ഒക്കെ 100 വരെ എഴുതുകയും ഒക്കെ ചെയ്യും. അങ്ങനെ
ടീച്ചർ ഒക്കെ ചോദിക്കുകയും എഴുതിക്കുകയും ഒക്കെ ചെയ്തു. അന്നേരം പിന്നെ UKG ചേർത്ത്. അവിടുന്ന് 4th സ്റ്റാൻഡേർഡ് മുഴുവനും ഒക്കെ A+ വാങ്ങിയിട്ടാണ് എല്ലാം. അങ്ങനെ പിന്നെ നോർമൽ സ്കൂളിൽ തന്നെയാണ് പിന്നെ പറഞ്ഞയക്കുന്നത്. പിന്നെ ഗവൺമെൻറ് സ്കൂളിലേക്കായി 5th തുടങ്ങിയിട്ട്. പിന്നെ ഒരു 9ാം ക്ലാസ് വരെ ഓൻ തന്നെ പരീക്ഷ എഴുതിയിരുന്നു. എല്ലാം നോർമൽ കുട്ടികൾ കൂടിയാണ് എല്ലാം. പിന്നെ 9 തുടങ്ങി അങ്ങോട്ടേക്ക് പിന്നെ ഈ കോവിഡിൻ്റെ ഇതൊക്കെ വന്നല്ലോ. അതെല്ലാം വന്നേരം പിന്നെ അവന് ഒന്നിലൊരു താല്പര്യമില്ല. ഒരേ ഒരു കിടത്തം ഇങ്ങനെ കിടക്കുക തന്നെ. ആരോട് പൊതുവേ മിണ്ടൂല, എങ്കിലും ഓൻ ആക്റ്റീവാണ്. ഇങ്ങനെ ഓടിക്കളിക്കുകയും ഇതാക്കും എല്ലാം ചെയ്യൂ. അങ്ങനെ ഒന്നും മിണ്ടാതെയൊക്കെ ആയേരെ പിന്നെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. ഈ ആയുർവേദം തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് കാണിച്ച് പിന്നെ കോവിഡ് ആയാലും പിന്നെ തീരെ പോകാൻ പറ്റാത്തൊരു ഇതായി. പുറത്തിറങ്ങാൻ പറ്റൂല. അങ്ങനെ നിന്നപ്പം പിന്നെ SLC കഴിഞ്ഞ് പിന്നെ ഇവിടത്തേക്ക് മോളിങ്ങനെ സാറിൻ്റെ ഇതിലേക്ക് പിന്നെ ഇതിലൊക്കെ വന്നിരുന്നല്ലോ, ഇതിലൊക്കെ വന്നിരുന്നു. അങ്ങനെ അവള് അപേക്ഷ കൊടുത്ത് അങ്ങനെ ഫസ്റ്റിൻ്റെ 21 ഞങ്ങളെ വിളിച്ച്. അപ്പം ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അത്രയും ദൂരം ഇവിടെ വന്ന് താമസിക്കണ്ടേ എന്നുള്ളതിൽ ഞങ്ങൾ അതൊന്ന് പിന്നോട്ട് വെച്ച്. അങ്ങനെ ആ കൊല്ലം വന്നില്ല. പിറ്റേതിന് 22-ലും വിളിച്ച്. അന്നേരം ഞങ്ങൾ വിളിക്കാനുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെയും വിളിച്ചേരം പിന്നെ ഞങ്ങൾ വിചാരിച്ചു പിന്നെ പാട്ട് പാടിപ്പിക്കാൻ എത്താനായിരിക്കും. അവിടെയൊക്കെ കാണുകയും ചെയ്യുക. ഞങ്ങൾ വന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ നിൽക്കണം എന്നുള്ളത്. അങ്ങനെ കുട്ടിയും കൊണ്ട് ഇവിടെ നിൽക്കണം. പിന്നെ നമ്മൾ അവിടെ വന്ന ആൾക്കാർ രക്ഷിതാക്കളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ എല്ലാവരും നിൽക്കുന്നു. അങ്ങനെ ഞങ്ങളും നിൽക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ ഫ്ലാറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയാൽ ഇവൻ്റെ കാര്യം പറയുമ്പോൾ ഓല് പറയും ഈ ഹോർമോൺ ചേഞ്ചിൻ്റെ പ്രശ്നമാണ് പറയുന്നത്. അങ്ങനെ ഈ ഓട്ടിസമുള്ള കുട്ടികൾക്ക് അങ്ങനെ ഓല മൈൻഡ് ഇങ്ങനെ മാറി മാറി കളിക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്ന് വെച്ചാൽ പാട്ടൊന്നും അവിടെ നിന്നൊന്നും ശരിക്കും പാടില്ല. മുമ്പ് ഓനെ എവിടെ ഒരു കല്യാണ വീട്ടിൽ ഗാനമേള ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പാടും. അമ്പലത്തിലുണ്ടെങ്കിൽ അവരോട് സമ്മതം ചോദിച്ചിട്ട് ഓനെ കൊണ്ട് പാടിപ്പിക്കും ഞങ്ങൾ. അങ്ങനെ എവിടെയും വേഗം മുന്നേ പോയിട്ട് സ്റ്റേജിൽ കയറി പാടിക്കോളും. ഒന്നും പേടിയൊന്നുമില്ല. അങ്ങനെ ഇവിടെ വന്നേരം പിന്നെ പാട്ട് മുഴുവനായിട്ട് പാടും. അങ്ങനെ പാടാനൊക്കെയുള്ള ഒരു ഇതൊക്കെ കിട്ടി. പിന്നെ അത് തന്നെ ഒരു വലിയൊരു കാര്യം. ഒരു പാട്ട് തേച്ച് ഓർമ്മിച്ചിട്ട് പാടുവാന്ന് പറയുന്നത്. അതെ, അതൊക്കെ പാടുന്നുണ്ട്. പാടും. പിന്നെ ഇവിടെ പുതിയ തെറാപ്പികളൊക്കെ തുടങ്ങിയതിനെ കൊണ്ട് കൂടുതലൊരു പ്രതീക്ഷയുണ്ട് അവനൊന്ന് റെഡിയായി കിട്ടുന്നുള്ളത്. അങ്ങനെയുള്ളത്. പിന്നെ ഇവൻ്റെ താഴെ 2 കുട്ടികളുണ്ട്. ഒരാൾ SLC ആണ്, ഒരാൾ 5th പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് മഴക്ക് വരാൻ പറ്റൂല. പിന്നെ അവളൊരു മോളെ എനിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2 ആണ് ഇവനെ നോക്കുക. ഇവർ പിന്നെയും ഗൾഫ് പോയിരുന്നു. പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞേരം മോൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു. അപ്പം ഞങ്ങൾ അന്നേ ഒരുമിച്ചാണ്. ഇപ്പോൾ അവരെയും ഞങ്ങളടുത്താണ് കൂടുതൽ നിന്നത് മോൻ. അതുകൊണ്ട് ഓന് ആരടുത്ത് നിന്നാലും പ്രശ്നമില്ല. അങ്ങനെ ഇതിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു സമാധാനത്തിൽ അങ്ങനെ പോകുന്നു. എന്തെങ്കിലും കൂടുതൽ മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. പിന്നെ ആദ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ബസ്സിൽ ഇവിടെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ ഓടി കളിക്കുകയാണെങ്കിലും കൂടി ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഒത്തിരിയിരിക്കും. ട്രെയിനിലൊക്കെ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ട്രെയിനിലൊക്കെ വരികയാണെങ്കിലൊക്കെ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒക്കെ പേര് വായിച്ചൊക്കെ പറയൂ. അങ്ങനെ ഓന് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞങ്ങൾ അടുത്ത റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഓനെ കൊണ്ടുപോകുള്ളൂ. ഓർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എങ്ങനെയാ വെച്ചാൽ ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വേഗം അവിടുത്തെ ഫ്രിഡ്ജാണ് തുറക്കുക. പിന്നെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് എടുക്കും. പിന്നെ ആരെങ്കിലും മൊബൈൽ ഉണ്ടെങ്കിൽ അത് വേഗം ഇങ്ങോട്ട് എടുക്കും. മൊബൈൽ. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ഓരോ പോക്കറ്റിൽ ഓരോ മൊബൈൽ ഉണ്ടെങ്കിൽ അത് വേഗം പോക്കറ്റിൽ കൈയിട്ട് ഇങ്ങനെ എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ചിലർക്ക് നമ്മളെ കണ്ടാലും മനസ്സിലാവും അവർക്ക് ഒരു ദേഷ്യമോ എന്താ ഉണ്ടായത്. അന്നേരം വേഗം അങ്ങോട്ട് വാങ്ങിക്കൊടുത്തിട്ട് മോന് വേറെ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കയ്യിലുള്ളത് ഇങ്ങോട്ട് കൊടുക്കും. ഇത് പിന്നെ ഓന് മടുത്തു പോയിട്ടുണ്ടാവും.
ഫോൺ എന്ന് പറഞ്ഞാൽ ഓരോരാൾ ഇത് വലിയ വില പിടിച്ച ഫോണായിരിക്കും. എൻ്റെ മകനും അങ്ങനെ. എൻ്റെ മകനെന്ന് വെച്ചാൽ ആരെ ഫോൺ കിട്ടിയാലും പുറത്ത് പോയാൽ ആരെങ്കിലും ഫോൺ കീശയിൽ എന്തെങ്കിലും ഫോൺ ഉണ്ടാവുമല്ലോ അവരുടെ പോക്കറ്റിലും, അതെടുത്ത് സെൽഫി എടുക്കണം. അതാണ് എൻ്റെ ഇത്. പക്ഷെ അവർക്ക് പേടിയാ, നമുക്കും പേടിയാ. എന്താ വെച്ചാൽ വില പിടിച്ച ഫോണാകുമ്പോൾ വീഴും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവലുണ്ട്. പിന്നെ പാട്ട് കേട്ടാൽ എവിടെയായാലും ഡാൻസ് കളിക്കും, അവൻ്റെതായ സ്റ്റെപ്പിൽ ഡാൻസ് കളിക്കും. നമ്മൾ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ആവില്ല. ഇപ്പം ബസ്സിലായാലും ട്രെയിനിലായാലും അത് മറ്റുള്ളവർക്കൊരു ഇത് വിഷമം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. എന്നാലും നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെ പോകുമ്പോൾ കൂട്ടാണ്ട് പോയിട്ടില്ല, ഒരു അനുഭവം ഇല്ല. മോനെ കൂട്ടാണ്ട് പുറത്ത് പോയ അനുഭവം ഇല്ല. അതുകൊണ്ട് നമ്മളോട് ഏത് കല്യാണത്തിന് പോയാലും പറയും, മകൻ ഇങ്ങനെ കൂട്ടുന്നോണ്ടാണ് ഇങ്ങനെ മാറ്റം അല്ലേ എന്ന് പറയും. എന്നുവെച്ചാൽ അവൻ എവിടെ ഇതിനിടക്ക് നമ്മൾ ഇവിടെ നിയമസഭാ മന്ദിരത്തിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമ്മളിവിടുത്തെ മാജിക് പ്ലാനറ്റിലെ. അവിടെ പോയാൽ നമ്മളെ നാട്ടിലൊരാൾക്ക് മനസ്സിലായി, ഈ കണ്ണൂരിലെ ഒരാൾക്ക് തിരുവനന്തപുരത്ത് എൻ്റെ മകനെ കണ്ടു മനസ്സിലായി. എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ശ്രീദിനെ കണ്ടു അവിടെ ഉണ്ടായിരുന്നു. ഞാനും അടുത്തുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ആ പഞ്ചായത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലായിടക്കും ഇവനെ കൂട്ടിപ്പോവാതെ സ്ഥലമില്ല. പിന്നെ മുടി മുറിക്കലാന്ന് പ്രശ്നം, മുടി മുറിക്കാൻ അടങ്ങിയിരിക്കൂല. മുടി മുറിക്കാൻ നമ്മൾ കടയിൽ പോയാൽ അവർ പറയും, ഇവന്റെ മുടി വെട്ടുന്നതിന് ഒരു 5 ആള് മുടി വെട്ടാ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ സ്ഥലമുണ്ട്. എന്നാലും നമ്മൾ പറ്റുന്നിടക്ക പോയിട്ട് മുടി മുറിക്കും, അങ്ങനെ ഇതാവും. ഇവന് പണ്ട് അടങ്ങിയിരിക്കൂല. നമുക്ക് പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ അതന്നെ, അതാ ഞാൻ കാണല്. ഞാൻ ഇവിടെ പോയാലും അങ്ങനെയാണ് കാണല്. എന്താ വെച്ചാൽ അവരിതെല്ലാം പുതിയ പുതിയ അനുഭവമാണ്. അങ്ങനെ ഇതായിട്ട് പണ്ട് എവിടെയോ പോയിട്ട് ഇവന് ഭയങ്കര ശക്തിയാണ്. മരത്തിൻ്റെ ഷെൽഫ് വലിച്ച് വീണു. ഞാൻ മോനെ കാണുന്നില്ല. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അതിൻ്റെ ഇടുക്കിലൊരു മേശേൻ്റെ ഒരു കാലുണ്ടായി. അതിൻ്റെ ഉള്ളിൽ കൂടിയതുകൊണ്ട് 5-8 ആൾ കൂട്ടിയിട്ട് ആ ഷെൽഫ് എടുത്ത് മാറ്റി വെച്ചിന്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്തോ ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട്. അങ്ങനെ എന്തെല്ലോ അനുഭവങ്ങളാണ് പുറത്ത് പോയാലുണ്ടാവില്ല. അതെല്ലാം നമ്മൾ ഇതായിട്ട് എത്തി. അതെല്ലാം ഫുൾ സപ്പോർട്ട് അച്ഛനാണ്. അതുകൊണ്ടാണ് അല്ല നമ്മളങ്ങനെയാണ്. അതുകൊണ്ട് ഭയങ്കര എൻ്റെ മോള് പറഞ്ഞു, കുടുംബത്തിൽ എത്രയോ ഒത്തൊരുമ ഇങ്ങനെ ഇവനുണ്ടായതുകൊണ്ടാണെന്ന് അറിയാം. എന്ന് വെച്ചാൽ നമ്മളിവിടെ പോകുമ്പോൾ ഇവനെ കൂട്ടണം, അന്നേരം അച്ഛൻ വേണം, അമ്മ വേണം. ആ ഒരു രീതിയിൽ ആ ബസ്സിലെല്ലാം പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ കാർ ഓടിച്ച് പിന്നെ ഇവന് കാറിലിരുത്തി എല്ലായിടക്കും കൂട്ടിപ്പോവും. പിന്നെ കടയിൽ പോയാൽ എന്നാ വേണ്ടത് ചോദിച്ചാൽ പക്ഷെ ഭക്ഷണത്തോട് താല്പര്യമില്ല. ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ അതിങ്ങനെ എന്തെല്ലോ വേണമെന്ന് പറയും, അതേ ഇല്ല. അങ്ങനെ ഭക്ഷണത്തോടില്ല. കടയിൽ പോയാൽ ഇങ്ങനെ എല്ലാം വേണ്ടത് അവന് ഇഷ്ടപ്പെട്ടത് വാങ്ങും. പിന്നെ അധികം വാശിയില്ല. കുറേ പറഞ്ഞ് ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്താൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ചോളും. അങ്ങനെയാണ്. ചെറുപ്പത്തിലേ ഇവന് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ വീട്ടിൽ കറണ്ട് ഇല്ല, ഇൻവേർട്ടറിന് തകരാറും. ഞാൻ തന്നെത്താൻ സ്വന്തം പറഞ്ഞു, മിക്സി തേങ്ങ അരക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോഴത്തെ മിക്സിൻ്റെ ഒച്ച ഞാൻ ഓടിപ്പോയി നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ UPS മിക്സിൻ്റെ ഇത് കുത്തിയിട്ട് ഓണാക്കുന്നു. അങ്ങനെ എന്തെല്ലോ ചെയ്യും. അങ്ങനെ ഓരോരോ ഇത്. പിന്നെ അങ്ങനെ TV നമ്മളൊരു എലക്ഷൻ്റെ റിസൾട്ട് വരുന്ന എലക്ഷൻ നേരിട്ട് TV കാണാൻ വിചാരിച്ച് നോക്കുമ്പോൾ ഇവൻ കൊച്ചു TV വെച്ച് കാണുന്നത്. നമ്മൾ എന്നിട്ട് എലക്ഷൻ്റെ അതും വെച്ച് റിമോട്ടർ മാറ്റി വെച്ചിട്ട് ഇവൻ പണിയെടുത്തത് കീബോർഡും മൗസും എടുത്ത് TV കുത്തിയിട്ട് സുഖമായിട്ട് കൊച്ചു TV വെച്ച് കണ്ടു. അങ്ങനെ എന്തെല്ലോ മൈൻഡിലുണ്ട്. അതിപ്പോൾ ഇവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് അതിനുള്ളൊരു മാറ്റം വരും വിചാരിച്ച് നിൽക്കും.